കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡിയുടെ അന്തിമ കുറ്റപത്രം ഇന്ന് കലൂർ PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. CPM പ്രതിപ്പട്ടികയിൽ അന്തിമ കുറ്റപത്രത്തിൽ 30ഓളം പ്രതികളുണ്ട്. SS ശരൺ കൂടുതൽ വിവരങ്ങളുമായി. SS ശരൺ, നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കാൻ പോവുകയാണ്. കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കുറ്റപത്രത്തിൽ പ്രതിപ്പട്ടികയിൽ ആരൊക്കെ എന്നതിനെ കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഗുഡ് മോർണിംഗ് ശരൺ. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ അന്തിമ കുറ്റപത്രം തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി PMLA കോടതിയിൽ, കലൂർ PMLA കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളതാണ് ED ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ആദ്യഘട്ട കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരുന്നതാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ തന്നെ ആ പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നത് 55 ആളുകൾ, അതായത് 50 പേരും 5 സ്ഥാപനങ്ങളുമാണ് പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇതിന് പുറമെ ഇപ്പോൾ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അത് 30ഓളം പേർ കൂടി വരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ ഈ ബിനാമി വായ്പകൾ എടുത്ത് ബാങ്കിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയ ആളുകളുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണം നടക്കുകയും ഇവരുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ഇതിന് പുറമെ തന്നെ അത്തരത്തിൽ ബിനാമി വായ്പകൾ എടുക്കുമ്പോൾ തന്നെ അതിന് കൂട്ടുനിന്ന ആളുകളുമുണ്ട്. ഇവരെല്ലാം തന്നെ പ്രതിപ്പട്ടികയിൽ, ഇപ്പോഴത്തെ കുറ്റപത്രത്തിൽ പ്രതിപ്പട്ടികയിൽ വരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടത്തിൽ നടന്ന അന്വേഷണത്തെക്കാൾ വലിയ രീതിയിലുള്ള അന്വേഷണമാണ് CPM നേതാക്കളെ കേന്ദ്രീകരിച്ച് രണ്ടാം ഘട്ടത്തിൽ നടന്നിരുന്നത്. പല CPM നേതാക്കളും EDയുടെ റഡാറിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. മുൻ ജില്ലാ സെക്രട്ടറിമാരായ AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ, MM വർഗീസ് തുടങ്ങിയവരൊക്കെ തന്നെ ED പലതവണയായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നതാണ്. ഇതിന് പുറമെ തന്നെയാണ് മറ്റ് ചില നേതാക്കൾ കൂടി, അതായത് പ്രാദേശിക നേതാക്കളെ അടക്കം പലതവണയായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPMനെ പ്രതിയേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. EDയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് CPMന്റെ പേരിൽ കരുവന്നൂർ ബാങ്കിൽ 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ തട്ടിയെടുത്ത പണം ഈ അക്കൗണ്ടുകളിലേക്ക് അയറ്റി എത്തിയെന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് CPMനെ പ്രതിയേർത്തിരിക്കുന്നത്. ഇതിന് പുറമെ തന്നെ CPMന്റെ പേരിലുള്ള 77 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൊർത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാനായി വാങ്ങിയ 10 സെന്റ് ഭൂമി അടക്കമാണ് കണ്ടുകെട്ടിയത്. ഒപ്പം CPMന്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ഇനി പ്രധാനമായും അറിയാൻ ഉള്ളത് ഏതൊക്കെ CPM നേതാക്കൾ പ്രതിപ്പട്ടികയിൽ വരുമെന്നുള്ളതാണ്. CPM നേതാക്കൾ പ്രതിപ്പട്ടികയിൽ ഉണ്ടാകുമെന്നുള്ള സൂചന ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ മുൻ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന ആരൊക്കെയാണ് ഇനി പ്രതിപ്പട്ടികയിൽ വരുന്നതെന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരാനുള്ളത്. എന്തായാലും ഒരു വലിയ രീതിയിലുള്ള അന്വേഷണം, സമീപകാലത്ത് CPMനെ ഇത്രയേറെ പ്രതിരോധത്തിലാക്കിയ ഒരു കേസില്ല.